മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. അതും രാത്രിയിൽ വീട്ടിൽ കയറി ഗുണ്ടകളെ പോലെ പെരുമാറി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷർട്ട് ഇടാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാജൻ സ്കറിയോട് മുഖ്യമന്ത്രി പിണറായി വിജയനും ADGPക്കും വിരോധമുണ്ടെന്നും അതുകൊണ്ടാണ് ഈ അറസ്റ്റെന്നും പറയുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഷാജൻ സ്കറിയെ ജാമ്യം കിട്ടാതെ സ്റ്റേഷനിൽ ഇരുത്തണം അല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കണമെന്ന് ആർക്കൊക്കെയോ ചില വാശിയുള്ളതുപോലെ. അങ്ങനെയുണ്ടോ സത്യത്തിൽ? തീർച്ചയായും ഷാജൻ സ്കറിയുടെ ഇന്ന് രാവിലെ ഉള്ള അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഷർട്ടിടാതെ വിളിച്ച് പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വാർത്തകൾ കൊടുത്തതിൻ്റെ പേരിലാണ് തന്നെ മാതാപിതാക്കൾക്ക് മുന്നിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ ഷർട്ട് പോലും ഇടിയിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതായത് അപകീർത്തി പരാതിയിലാണ് നടപടി. അപകീർത്തി പരാതിയിൽ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യുന്നതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായമായ മാതാപിതാക്കളാണ്, അവർക്ക് ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലമായി പിടിച്ച് ഷർട്ട് പോലും ഇടാനുള്ള സമയം കൊടുക്കാതെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം. പക്ഷേ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ നീതിക്ക് വേണ്ടി പോരാടും, ഇനിയും മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുള്ള വാർത്തകൾ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, ജനാധിപത്യം വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ എഡിറ്ററാണ് അദ്ദേഹം. പലതവണ ഇത്തരത്തിൽ പല കേസുകളിലും അദ്ദേഹത്തെ കുടുക്കിയിട്ടുണ്ട്. അതായത് മാഹി സ്വദേശിയായ യുവതിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി അപകീർത്തിപരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 790-ാം വകുപ്പും IT നിയമത്തിലെ 120-ാം വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിലാണ് ഷാജൻ സ്കറിയെ ആദ്യം എത്തിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ മറുനാടൻ മലയാളിക്കെതിരെയുള്ള ഒരു വേട്ട തുടങ്ങിയിട്ട് കുറേ നാളായെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും തുടരും, അതുകൊണ്ട് താൻ ഇതിലൊന്നും പേടിക്കുന്ന ആളല്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വ്യാജ വാർത്തകൾ നടത്തി അപകീർത്തിപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് ഈ മാഹി സ്വദേശി ഖാന വിജയൻ എന്നയാളുടെ പരാതിയിൽ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ ഷാജൻ സ്കറിയ നൽകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി പോലും ഒരു ഘട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ എനിക്കെതിരെ സ്ഥിരം വാർത്തകൾ എഴുതുന്ന ഒരാളുണ്ടല്ലോ എന്നും പറഞ്ഞ് ഒരു തമാശ രൂപേണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് പലരുടെയും ഇടപെടലുണ്ടെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, ADGP ഉണ്ട്, DGP പോലും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതായത് മാഹി സ്വദേശിയായ യുവതിയുടെ പരാതിയെ തുടർന്ന് കേസെടുത്തെങ്കിലും വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി അപകീർത്തിപരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാജൻ സ്കറിയ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായും ഈ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകൾ ഷാജൻ സ്കറിയയ്ക്ക് തന്നെ അറിയില്ല എവിടൊക്കെയാണ് കേസുള്ളതെന്ന്. ആ മാതിരി കേസുകൾ പല സ്ഥലത്തും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഈ മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തി ഇവർ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് തന്നെ അഴിക്കുള്ളിൽ കിടത്താൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഷർട്ട് പോലും ഇടാതെ കൊണ്ടുപോയത്. പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് എന്നുമാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ജാമ്യം ലഭിച്ച ശേഷമാണ് ഷാജൻ സ്കറിയ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതാണ് കേസെന്ന് പോലും പറയാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തത്. DGPയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അതുപോലെ തന്നെ ഇത് വൈദ്യപരിശോധനയ്ക്ക് ശേഷമൊക്കെ ഈ ജാമ്യം കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ വിടാനൊക്കെയുള്ള കാലതാമസം അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അതായത് ഷർട്ട് പോലും ഇടാതെ കൊണ്ടുപോകുന്നു, അതിനുശേഷം അവിടെ ഇരുത്തിക്കൊണ്ട് സ്റ്റേഷനിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പീഡിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അദ്ദേഹം എടുത്തതെന്നാണ് പറയുന്നത്. ഏതായാലും അഡ്വക്കേറ്റ് ശ്യാം ശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് കോടതി മുമ്പാകെ വാദിക്കുകയുണ്ടായി. ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത്. 2024 ഡിസംബർ 23-ന് മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടനെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചതെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അപ്പോൾ ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലും വ്യക്തമായിട്ടുണ്ട്.
ഈ തൃശ്ശൂർ പൂരം ഇന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂർ പൂരത്തിൻ്റെ മറവിൽ ചാനലുകളെല്ലാം തന്നെ ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ വാർത്തകൾ ലൈവ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് നടക്കുമ്പോൾ ഇതൊരു വലിയ വാർത്തയാവില്ല എന്നാണ്, ഈ അവസരം മുതലാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഷാജൻ പറയുന്നത്. ശരി, അതിനകത്തൊരു വാസ്തവമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ചാനലുകൾ അല്ലെങ്കിൽ മലയാളികളെല്ലാം തന്നെ ടിവിയുടെ മുമ്പിലായിരിക്കും. നേരിട്ട് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഷാജൻ സ്കറിയെ രാത്രിയിൽ അറസ്റ്റ് ചെയ്താൽ ഈ രാത്രി മുഴുവൻ അയാൾ അവിടെ ഇരിക്കാം, എന്നിട്ട് രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു, സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യപ്പെടാം. അങ്ങനെ റിമാൻഡ് ചെയ്താൽ രാവിലെ മുതൽ ഷാജൻ സ്കറിയക്ക് എന്ത് പറ്റി എന്ന് താല്പര്യമുള്ള ഷാജൻ സ്കറിയോട് അനുഭവമുള്ള കുറച്ച് ഓൺലൈൻ മീഡിയസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ പൂരത്തിലേക്ക് വരും. കാരണം അവരുടെ റവന്യൂ എന്ന് പറയുന്നത് പരസ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാജന്റെ കാര്യം വിസ്മരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാജനെ അറസ്റ്റിലാക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ താല്പര്യമാണെങ്കിൽ അതല്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ അയാൾക്ക്, അതല്ലെങ്കിൽ DGPക്ക് ഉണ്ടെങ്കിൽ അവർക്ക്, അങ്ങനെ ആർക്കൊക്കെ പങ്കുണ്ടോ അവർ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് നീങ്ങും. പക്ഷേ ഈ പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ അല്പത്തരമാണ്. കാരണം മുഖ്യമന്ത്രിയെ വിമർശിച്ചു, മുഖ്യമന്ത്രിയുടെ മകളെ വിമർശിച്ചു എന്നതുകൊണ്ട് CPM എന്ന പാർട്ടിയുടെ കണ്ണിലെ കരടാണ് ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയ ചെയ്യുന്ന വാർത്തകളെല്ലാം സത്യസന്ധമാണെന്നോ ഷാജൻ സ്കറിയ ചെയ്യുന്ന എല്ലാം സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഷാജൻ സ്കറിയ പറഞ്ഞതിനകത്ത് കുറച്ച് സത്യമുണ്ടല്ലോ. ഈ സത്യമാണ് കുറച്ച് പേരെ പൊള്ളിക്കുന്നത്. ഈ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ അവർ പകരം വീട്ടുന്നത് പോലീസിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഭരണകൂടത്തെ ഉപയോഗിച്ചിട്ടോ ആവരുത്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വരുന്നുണ്ട്. കാരണം ഇനി നമ്മുടെ മുമ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒരുപാട് തെരഞ്ഞെടുപ്പ് വരായിരിക്കും. ആ സമയത്ത് കേരളത്തിലെ ഒരു ഭരണകൂടത്തെ വിമർശിച്ചു എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ ഇങ്ങനെ തുടർച്ചയായിട്ട് പിന്തുടരുന്നു. ഇപ്പൊ ഇതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തോ KUWJ അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബുകളോ ഒന്നും തന്നെ രംഗത്ത് വന്നില്ല. അപ്പൊ അവരുടെ ഒരു പിന്തുണയൊന്നും ഒരു പക്ഷേ ഷാജൻ സ്കറിയ കിട്ടില്ല. അത് പൊതുവെ അങ്ങനെയാണല്ലേ, KUWJ ഒക്കെ പൊതുവെ എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങൾക്ക് മാത്രമേ നീതി ഉള്ളൂ എന്ന രീതിയിലാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ ചില മുൻനിര മാധ്യമങ്ങളിലെ ഏതെങ്കിലും റിപ്പോർട്ടർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഇവർ പിറ്റേന്ന് തെരുവിലിറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇവരാരും കാണുകയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസിന്റെ ഒരു അജണ്ട ഭരണകൂടം നടപ്പാക്കാൻ പോലീസിനെ ഉപയോഗിച്ച് നടത്തിക്കാനായിട്ട് ശ്രമിച്ചു. അത് പക്ഷേ അങ്ങ് പരാജയപ്പെടുന്നു. കാരണം സ്വാഭാവികമായും മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ ഈ നിൽക്കുന്നതൊന്നും തന്നെ റിമാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതല്ല, അല്ലാത്ത കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് ഷാജൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന്, തൻ്റെ പേരിൽ എന്ത് ക്രൈമാണെന്ന് പോലീസ് പറയുന്നില്ല. ഒരു ഭീകരാന്തരീക്ഷം പോലെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഷാജൻ പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ അടുത്ത് പോലീസുകാർ വളരെ മാന്യമായിട്ട് ഇടപെട്ടത്. താൻ ഷർട്ട് ധരിച്ചില്ല, ഷർട്ട് വേണമെന്ന് പറയുമ്പോൾ ഇല്ല ഷർട്ടൊക്കെ ഞങ്ങൾ മേടിച്ചു തരാം എന്നാണ് പോലീസ് പറയുന്നത്. അപ്പം ഷർട്ട് മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഷാജൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള ഷർട്ട് വേണ്ട, എനിക്ക് എൻ്റെ ഷർട്ട് മതി. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടും ഷാജൻ ഇരുന്നില്ല. കാരണം ഷർട്ട് പോലും ഇല്ലാതെ ആ കസേരയിൽ ഇരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ താൻ തറയിലിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേരള പോലീസ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. മാത്രമല്ല പെട്ടെന്ന് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്നു, ഇത് മാധ്യമങ്ങളിലൂടെ ലീക്ക് ചെയ്യുന്നു, പിറ്റേ ദിവസം ഇത് വലിയ ചർച്ചയായി മാറില്ല. ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ രാത്രി തന്നെ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചതോടുകൂടി ഇത് തകർന്നു. ഇനി 90 വയസ്സുള്ള അമ്മയ്ക്കും അച്ഛനും ഒപ്പം കാർ ഓടിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ വരുന്ന സമയത്ത് ആരോ ഫോളോ ചെയ്യുന്നു ഷാജിന് തന്നെ തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരിടത്ത് വാഹനം നിർത്തി അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറി നിന്നു. ഈ സമയം കഴിഞ്ഞ് വീണ്ടും വാഹനം മുന്നോട്ട് പോകുമ്പോഴും ഇതേ വാഹനം ഫോളോ ചെയ്യുന്നു. അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തും. ഇനി ഈ അറസ്റ്റ് നടത്തുന്നതിൻ്റെ കാര്യം എന്താ? ഒരു വിവാദ വ്യവസായിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം കൃത്യമായിട്ട് ഷാജനോട് പറഞ്ഞുകൂടെ, നിങ്ങൾ ഇന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഇതിപ്പം IT ആക്ടിന്റെ പരിധിയിലാണെന്ന് തോന്നുന്നു ഈ കേസ് വരുന്നത്, അപ്പം സൈബർ ആക്രമണം ഒക്കെ ആ രീതിയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണം വന്നാൽ ഒരാളെ ഇങ്ങനെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായി പിടിച്ചുകൊണ്ട് പോകുക, അയാളെ പൊതുജന മധ്യത്തിൽ നാണം കെടുത്തുക, ഇതൊക്കെ ഒരു സർക്കാരിന് ഭൂഷണമായ കാര്യമല്ലെന്ന് എന്നാണ് ഇനി ഇവരൊക്കെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതായത് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇപ്പം സിനുജി പറഞ്ഞതുപോലെ ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, അതോടൊപ്പം തന്നെ IT നിയമത്തിലെ 120-ാം വകുപ്പ്, കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാദ വ്യവസായി കെൻസ ഷിഹാബിൻ്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറുനാടൻ്റെ വാർത്തകൾ. കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിൻ്റെ ലുക്കൌട്ട് നോട്ടീസും നിലനിൽക്കുന്നുണ്ട്. വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ FIR ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമായി മാറ്റി സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടി ശരിക്കും കോടതിയിൽ നിന്നുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ജാമ്യം കിട്ടിയതോടെ പോലീസ് ഒരു തിരിച്ചടിയിലേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ മറവിൽ ആരും അറിയാതെ ഒരു അറസ്റ്റ് നടത്തി സ്റ്റേഷനിലിട്ട് അല്ലെങ്കിൽ 2 ദിവസം ഇടാം അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാം എന്ന ഒരു മോഹം ആയിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അതിന് പിന്നിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ DGPയുടെ ഇടപെടലുണ്ടാവാം, ADGPയുടെ ഇടപെടലുണ്ടാകാം. കാരണം നിരന്തരം ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മറുനാടൻ മലയാളി കൊടുക്കുന്നുണ്ട്. സിനുജി പറഞ്ഞതുപോലെ അത് ഈ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ സൂക്ഷ്മമായ വാർത്തകളാകണമെന്നില്ല, ഒരുപക്ഷെ ചിലപ്പോൾ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണമെന്നില്ല. എന്നിരുന്നാൽ കൂടിയും
ഒരു എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഈ ഒരു നിലപാട് നമുക്കറിയാം. ഇപ്പോൾ സോളാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് സോളാർ വാർത്തകൾ വന്നപ്പോഴും എല്ലാ ചാനലുകളും ഓൺലൈനുകളും എല്ലാം മുഖ്യമന്ത്രിക്കെതിരെ, അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ വാർത്തകൾ എഴുതി. അപ്പോൾ അപ്പോൾ അന്ന് LDF സർക്കാരെല്ലാം ഇതിന് കൂട്ടുനിന്നിട്ട് ഇത് നന്നായി, ഇപ്പോഴാണ് മാധ്യമങ്ങൾ യഥാർത്ഥ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കാര്യം വരുമ്പോൾ അത് വാർത്ത കൊടുക്കുമ്പോൾ ആ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുന്നത് വളരെ ഈ കാലഘട്ടത്തിൽ അപലപനീയം എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം കാര്യം വരുമ്പോൾ ഇങ്ങനെ പോവുകയും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ വേറൊരു തരത്തിലും പോകുന്ന ഈ CPM-ൻ്റെ നിലപാടുകൾക്കെതിരെ കേരളീയ പൊതുസമൂഹം എന്തായാലും ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ KUWJ ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാവർക്കും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഒരു വിഭാഗത്തെ മാത്രം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടാതെ ഇത്തരത്തിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടേണ്ടതാണ് KUWJ-യുടെ ഒരു ധർമ്മം എന്ന് കൂടി വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.